ഇന്ത്യ ഒരു സോഫ്റ്റ് സ്റ്റേറ്റ് അല്ല, അടിക്ക് തിരിച്ചടി നൽകുന്ന ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുൻനിർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. കാരണം ഒരു പാവ പ്രധാനമന്ത്രിയും കരുത്തനായ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കാൻ ലോകരാഷ്ട്രങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ സോറോസിന്റെ പണമൊക്കെ ഒഴുക്കുന്നത് രാഹുൽ ഗാന്ധിയെ കരുവാക്കിയാണ് ഇപ്പം നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ലെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇന്ത്യയിലെ ജെൻസി യുവാക്കൾ ഉൾപ്പെടെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പമാണ്. ഇപ്പം ഈ അടുത്തിടെ നടന്ന സർവകലാശാല തെരഞ്ഞെടുപ്പുകളൊക്കെ ഇതാണ് സൂചിപ്പിക്കുന്നത്. ABVPയുടെ വമ്പൻ വിജയം ഡൽഹി സർവകലാശാലയിലും ഹൈദരാബാദ് സർവകലാശാലയിലും പിന്നെ ഏറ്റവും ഒടുവിൽ മാംഗ്ലൂർ സർവകലാശാലയിലുമെല്ലാം ABVPക്ക് വമ്പൻ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിലെ യുവജനത ഇപ്പോൾ പഴയ രീതിയിലല്ല ചിന്തിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് രാഷ്ട്രത്തിൽ നടക്കുന്നതെന്ന്. അപ്പം അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.